കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ എന്ന പേരിൽ മുനിസിപ്പാലിറ്റി നടത്തിയ ഓട ശുചീകരണം ഫലം കണ്ടില്ല. വ്യാഴാഴ്ച രാത്രിയിലെ മഴയിൽ ഓട നിറഞ്ഞ് സമീപത്തെ ഡെന്റൽ ക്ലിനിക്കിനുള്ളിൽ വെള്ളം കയറി. ഉപകരണങ്ങൾ നശിച്ചതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ശക്തമായ മഴ പെയ്താൽ മുമ്പുണ്ടായതുപോലെയുള്ള രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായേക്കുമെന്നാണ് വ്യാപാരികളുടെ ആശങ്ക. മണ്ണിട്ട് മൂടിയ ഓട പുനഃസ്ഥാപിക്കാത്തതാണ് പ്രശ്നമായിരിക്കുന്നത്. മഴവെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ലാതെ കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ കെട്ടിക്കിടന്ന് ദുരിതം വിതച്ചിരുന്നു. ഇതിന് പരിഹാരം കാണാനെന്ന പേരിൽ ഈ ഭാഗത്തെ ഓടകൾ ഒരാഴ്ച മുമ്പാണ് ശുചീകരിച്ചത്. എന്നാൽ മുമ്പ് മണ്ണിട്ട് നികത്തിയ ഓട പുനഃസ്ഥാപിക്കാൻ നടപടിയുണ്ടായില്ല. ഇതുമൂലം വ്യാഴാഴ്ച രാത്രി പെയ്ത മഴയിൽ ഓടയിൽ വെള്ളം നിറയുകയും സമീപത്തെ താഴത്തോട്ട് ഡെന്റൽ ക്ലിനിക്കിനുള്ളിൽ കയറുകയുമായിരുന്നു. രാവിലെ ക്ലിനിക് തുറന്നപ്പോഴാണ് വെള്ളം കയറിയ വിവരം അറിയുന്നത്. സ്ഥാപനത്തിനുള്ളിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് കേടുപറ്റിയതായും 10 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും ഉടമ ഡോക്ടർ ജിനോ ജോയി പറഞ്ഞു. ക്ലിനിക്കിന്റെ പ്രവർത്തനവും മുടങ്ങി. 18 വെള്ളപ്പൊക്കത്തിന് നമ്മുടെ ക്ലിനിക്കിന്റെ അകത്ത് വെള്ളം കയറിയിട്ടില്ല. പക്ഷേ ഇന്നലത്തെ ഒരൊറ്റ ദിവസത്തെ മഴ കൊണ്ട് ഈ കാണായ വെള്ളം മുഴുവൻ അകത്ത് കയറിയിരിക്കുകയാണ്. ജസ്റ്റ് ലക്ഷക്കണക്കിനുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് പോയി, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. വേറെ പണിയോട്ട് എനിക്ക് അറിയാനും പാടില്ല. ഇതിനെന്തെങ്കിലും ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നും വരും. ചെറിയ മഴ പെയ്തപ്പോൾ പോലും സ്ഥാപനത്തിനുള്ളിൽ വെള്ളം കയറിയത് ഒരു സൂചനയാണെന്ന് ഡോക്ടർ ജിനോ പറഞ്ഞു. കൂടുതൽ ശക്തമായ മഴ പെയ്യുമ്പോൾ സമീപത്തെ മറ്റു കടകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറും. മണ്ണിട്ട് നികത്തിയ ഓട പുനഃസ്ഥാപിക്കുകയാണ് പരിഹാരം. മുമ്പ് വെള്ളക്കെട്ടുണ്ടായപ്പോൾ മുനിസിപ്പാലിറ്റിയെ സമീപിച്ചിരുന്നു. ശരിയാക്കാം എന്ന മറുപടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഓടയൊക്കെ എല്ലാവരും മണ്ണിട്ടൊക്കെ മൂടി ഇപ്പോൾ വെള്ളം പോകാത്തൊരവസ്ഥയിലാണ്. വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന് നമ്മുടെ ക്ലിനിക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പോലും പറ്റില്ല, അതിനകത്ത് നിൽക്കാൻ പോലും പറ്റില്ല. ക്ലിനിക്കിൽ നിറച്ചും വെള്ളമാണ്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും നമുക്ക് നോക്കാം ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വിട്ടു, അത്ര തന്നെ. പക്ഷേ വെള്ളം പോകാനുള്ളൊരു സംവിധാനങ്ങൾ ഇതുവരെയായിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. GTV ന്യൂസ്, കോതമംഗലം.